എല്ലാവർക്കും നമസ്കാരം. ദിസ് ഇസ് അഞ്ജലി രാജൻ, വയസ്സ് 37. വിവാഹം കഴിച്ചില്ലെങ്കിലും 2 കുട്ടികളുണ്ട്. അതെ, 2 പേർഷ്യൻ ക്യാറ്റ്സ്, കാഷിയൻ പെർലി. അഞ്ജലിയുടെ ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ 2 പേരെയും കണ്ടിട്ടാണ്. ശേഷം മുഖം കഴുകി പല്ല് തേച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ തുടങ്ങാനായിട്ട്. രാത്രി ഇവർക്ക് വേണ്ടി ഞാൻ ഡ്രൈ ഫുഡും കാര്യങ്ങളും വെക്കാറുണ്ട്, പിന്നെ വെറ്റ് ഫുഡും വെക്കാറുണ്ട്. അങ്ങനെ ആ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് കഴുകലാണ് എൻ്റെ ഫസ്റ്റ് കിച്ചൺ ടാസ്ക്. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ പോലെ എന്തായിരിക്കും ആലോചിക്കുന്നതെന്ന്. ഈ പ്ലേറ്റ് ഞാൻ കഴുകാൻ കൊണ്ടുവരുമ്പോൾ പുള്ളിക്കാരി മനസ്സിൽ വിചാരിക്കുമായിരിക്കും, ഇതെന്തിനാണ് ഈ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കഴുകുന്നത്, മര്യാദയ്ക്ക് അതിനകത്ത് ഉള്ള ഫുഡ് എടുത്ത് വെച്ചിട്ട് എനിക്ക് തിന്നാനുള്ളത് വെച്ചാൽ പോരെ, എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ, നിങ്ങൾ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നായിരിക്കും പുള്ളിക്കാരി മനസ്സിൽ വിചാരിക്കുന്നത്. പിന്നെ ആ പ്ലേറ്റിൽ നോക്കിക്കൊണ്ടിരിക്കും, ആ പ്ലേറ്റ് എപ്പോഴാണ് ഇനി വൃത്തിയാക്കി തീരുക, മതിയായി. ഇപ്പം പ്ലേറ്റ് എടുത്ത് കഴിച്ച് ക്ഷമയൊക്കെ ഉള്ള കുട്ടി ഇനി അക്ഷമയാകുന്നതായിരിക്കും ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. എൻ്റെ ഈ വെറ്റ് ഫുഡിൻ്റെ പാക്കറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ പെണ്ണിൻ്റെ വെപ്രാളം കാണണം. ഇപ്പം തന്നെ എനിക്ക് ഫുഡ് തരൂ. അതോ ഞാൻ കഴിക്കാൻ പോകുന്നുള്ള പേടിയാണോ, അതോ ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുക്കുമെന്നുള്ള പേടിയാണോ എന്നറിയത്തില്ല. ഇവക്കാണെങ്കിൽ റെസ്റ്റ്ലെസ് ഫീലിംഗ് ആണ്. ഇവക്ക് അക്ഷമയായിട്ടുള്ള നമ്മളെ പേളിയാണ്. ഞാൻ എന്തായാലും എൻ്റെ സമയം അനുസരിച്ചിട്ടായിരിക്കും ഞാൻ ഇതൊക്കെ കട്ട് ചെയ്യുന്നത്. ഇവക്ക് ചെറുതായിട്ട് ഇൻഡൈജഷൻ്റെ ഇഷ്യൂ ഉണ്ടായിട്ട് ഞാനൊരു മരുന്ന് കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് മിക്സ് ചെയ്യും വെറ്റ് ഫുഡിൻ്റെ കൂടെ, അങ്ങനെയായിരിക്കും ഞാൻ കൊടുക്കുന്നത്. ഇവർ കഴിക്കുന്നത് പ്യുറിന എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ബ്രാൻഡാണ് ഇവർ കഴിക്കുന്നത്. അല്ലാത്ത ഒരു വെറ്റ് ഫുഡും തൽക്കാലത്തേക്ക് ഇവർ കഴിക്കുന്നില്ല. അപ്പം ഇതിവർക്ക് നല്ലതാണെന്ന് തോന്നുന്നു. ഇവർക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. എനിവേസ്, ഞാനത് കുറച്ച് വെള്ളത്തിലും കൂടെ മിക്സ് ചെയ്യും. ഈ ഒരു പൗഡറും കൂടെ ഇട്ടതിന് ശേഷം കണ്ടില്ലേ, കഴിക്കുന്ന ഒരു ക്ഷമയില്ല. അങ്ങനെ കുറച്ച് വെള്ളം കൂടെ ഇട്ട്, കാരണം വെള്ളം കൂടി വളരെ കുറവാണ്, അതുകൊണ്ട് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും ഞാനിവർക്ക് ഫുഡ് കൊടുക്കുന്നത്. ഫുഡ് വെക്കേണ്ട സമയം താഴെ പേളി ഓടി വന്ന് ഫുഡ് കഴിക്കും. പിന്നെ നമ്മളെ കാഷി ആണെങ്കിൽ അവളെ ഒന്ന് വിളിക്കേണ്ടി വരും. അവളൊരു മടിച്ചിയാണ്. അപ്പോൾ അവളെ വിളിച്ചിട്ട് അവളും കഴിക്കും. അവളാണ് ഇരട്ടി കഴിക്കുന്നത്, അത് വേറെ കാര്യം. പക്ഷേ ഇവർ 2 പേരും കഴിക്കുന്ന കാണാൻ തന്നെ ഒരു സുഖം ആണ്. അങ്ങനെ ഇവരെ കഴിക്കട്ടെ. ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ ബാക്കി പണികളിൽ സ്റ്റാർട്ട് ചെയ്യും. പുറത്തു നിന്ന് നോക്കിയാൽ ഹൈപ്പർ ഇൻഡിപെൻഡൻ്റ് ആയ ഒരു സൂപ്പർ ബൈക്ക്, പക്ഷേ ഉള്ളിൽ ഒരു ഇമോഷണലി സെൻസിറ്റീവായ ഒരു കുട്ടി. ബോൾഡ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വർക്കിലാണെങ്കിലും ഹൃദയം വളരെ ഫ്രാജൈലും ഓൾഡ് സ്കൂളുമാണ്. സ്പൈൻ ഇഞ്ചുറി കാരണം എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യേണ്ടത് മുഖ്യമാണ്. കോർ, ഹെപ്പ് ആൻഡ് ലെഗ് മസിൽസ് ടാർഗറ്റ് ചെയ്തിട്ടുള്ള എക്സസൈസാണ് ചെയ്യുന്നത്, അലോങ് വിത്ത് സ്ട്രെച്ചസ്. പൊതുവെയുള്ള ആൾക്കാർ പറയുന്നത് തന്നെയല്ലേ ചെയ്തിരിക്കുന്നത്, ഒന്നും നോക്കാനില്ലല്ലോ, യു ആർ നോട്ട് സോ റെസ്പോൺസിബിൾ, യു ആർ ഫ്രീ ടു ഡു വാട്ട് എവർ യു വാണ്ട് ടു ഡു ആൻഡ് വെനെവർ യു ക്യാൻ. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് തന്നെ ജീവിക്കുമ്പോഴാണ് വി ബിക്കം മോർ റെസ്പോൺസിബിൾ, ബിക്കോസ് വി ഹാവ് ടു ലുക്ക് ആഫ്റ്റർ അവർസെൽസ്. പിന്നെ വീട് നോക്കണം, പിന്നെ പെറ്റ്സ് ഉണ്ടെങ്കിൽ പെറ്റ്സിനെ നോക്കണം. അപ്പോൾ എനിക്ക് 2 കുട്ടികളുണ്ട്, പിന്നെ ചിട്ട വേണം. എല്ലാത്തിനും ഒരു ചിട്ട ഇല്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് ഒരു ഗോളും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ളൊരു
മോട്ടിവേഷൻ കാണത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ബ്രഷിങ്, എസ്പെഷ്യലി ഫോർ പേളി. പേളി എന്ന് പറയുന്ന ഇളയതാണ് ഞാനിപ്പോൾ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ. പുള്ളിക്കാരി എത്ര നേരം ബ്രഷ് ചെയ്താലും മടുക്കത്തില്ല. ഞാനിവിടെ ഇങ്ങനെ വെച്ചുകൊണ്ട് ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് പുള്ളിക്കാരിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം. കളിക്കുന്നതിനെക്കാട്ടിലും തോന്നിയിട്ടുള്ളത് ബ്രഷ് ചെയ്യാനാണ് ഏറ്റവും താല്പര്യം. അതേപോലെ എൻ്റെ മൂത്ത കുട്ടിക്ക് കണ്ണിന് ചെറുതായിട്ടൊരു അസുഖം ഉണ്ടായതുകൊണ്ട് എല്ലാ ദിവസവും 2 നേരം 2 ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കാറുണ്ട്, 2 മരുന്നുകൾ. അങ്ങനെ ആദ്യം കോട്ടണിൽ വെള്ളം മുക്കിയിട്ട് കണ്ണ് വൃത്തിയാക്കിയതിന് ശേഷം വേണം ഈ ഡ്രോപ്സ് ഒഴിക്കേണ്ടത്. അപ്പം ഇവർക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് ഈ ഡ്രോപ്സ് ഒഴിക്കുന്നത്. കണ്ണ് പരമാവധി ഇറുക്കി മൂടി വയ്ക്കാറാണ് അവളുടെ പതിവ്. പക്ഷെ എന്ത് ചെയ്യാനാ, അവളുടെ കണ്ണ് സുഖപ്പെടുത്തണ്ടേ. അത് അവൾക്ക് അറിയാവുന്ന അറിയത്തില്ല, എന്നാലും ഒഴിച്ചു കൊടുക്കും. അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അവൾ നിന്ന് തരാറുണ്ട്. മാന്താനൊന്നുമില്ല പൊതുവെ. ഭയങ്കര ഫ്രണ്ട്ലി മാത്രമല്ല സപ്പോർട്ടീവും കൂടെയാണ്. അവൾക്ക് പേടിയാണോ എന്നറിയത്തില്ല അവളെ തിരിച്ച് മാന്തുമെന്ന്. അതുകൊണ്ട് നിന്ന് തരാറുണ്ട്. അതിനുശേഷം ഇവൾക്കും ഇഷ്ടമുള്ള കാര്യമാണ് കോമ്പിങ്. അങ്ങനെ ഇവൾക്ക് ഞാൻ ബ്രഷ് ചെയ്ത് കൊടുക്കും. 2 പേർക്കും നല്ല താല്പര്യമുള്ള കാര്യമാണ്. ഇവൾക്ക് കോമ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ മറ്റവളും കൂടെ കയറി വരും. അത് ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. അങ്ങനെ കയറി വന്ന് മാറി മാറി കോമ്പ് ചെയ്ത് കൊടുക്കും. ഇത് തന്നെ എൻ്റെ ഒരു ഹാഫ് ആൻ അവർ ടൈം ഇങ്ങനെ പലപ്പോഴായിട്ട് ചെയ്ത്, ഹാഫ് ആൻ അവർ അല്ല അതിൽ കൂടുതൽ ടൈം പോകാറുണ്ട് ഇതുങ്ങളെ ഗ്രൂം ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു സംഭവം. പക്ഷേ അതും എനിക്കൊരു തെറാപ്പി മാതിരിയാണ്. ഐ ഫീൽ ഗുഡ്, ഐ ഫീൽ ഹാപ്പി. ഗസ് അവർക്കും സുഖം, എനിക്കും സുഖം. അങ്ങനെ ഗ്രൂമിങ്ങിന് 2 പേരും നിന്നതല്ലേ, അതുകൊണ്ട് 2 പേർക്കും ട്രീറ്റ്സും ഉണ്ടേ. മേ ബി ഈ ഗ്രൂമിങ്ങിന് നിൽക്കുന്നത് ഈ ട്രീറ്റ്സ് കിട്ടാൻ വേണ്ടി ആയിരിക്കാം, അറിയില്ല. എന്തായാലും അവർക്കും സന്തോഷം, എനിക്കും സന്തോഷം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കളിക്കുന്ന കാണാം ടോയ്സ് വെച്ചിട്ട്. പക്ഷേ അത് കുറച്ച് നേരത്തേക്കേ ഇവർ കളിക്കത്തുള്ളൂ. പിന്നെ മിക്കവാറും ചെയ്യുന്നത് ഉറക്കം തന്നെയാണ്. ബട്ട് എനിവേസ് കളിക്കാൻ ഇഷ്ടംപോലെ ടോയ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവർക്ക്. പിന്നെ വീട്ടിൻ്റെ പുറത്ത് വേറൊരു പൂച്ചയുണ്ട്. അതെപ്പോഴും കാത്തിരിക്കുന്നത് ഫുഡിന് വേണ്ടിയാണ്. അപ്പം അതിന് കൊടുക്കുന്നത് ഇവർ കഴിക്കാത്ത ഫുഡും പിന്നെ നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ബാക്കി വരുന്നതാണ് ഈ പൂച്ചയ്ക്ക് കൊടുക്കാറുള്ളത്. അങ്ങനെ പേരൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ പൂച്ചയ്ക്ക് എപ്പോഴെങ്കിലും ബാക്കിയുള്ള ഫുഡ് ഉണ്ടെങ്കിൽ അത് വന്ന് കരയും. അപ്പോൾ ഞാൻ വന്ന് കൊടുക്കും. അതാണ് പരിപാടി. പിന്നെ എൻ്റെ ബാക്കിയുള്ള പണികളിലേക്ക് ഞാൻ പോകും. തുണി മടക്കി വയ്ക്കുക. ദെൻ ലേറ്റർ ഓൺ കംസ് ഇൻ ടു കുക്കിംഗ്. അങ്ങനെ ഓരോന്നായിട്ട് ചെയ്ത് തുടങ്ങും. ഇവരുടെ ലിറ്റർ ബോക്സ് വൺസ് ഇൻ എ ഡേ അല്ലെങ്കിൽ ട്വൈസ് ഇൻ എ ഡേ ക്ലീൻ ചെയ്യാനാണ് വേറൊരു എൻ്റെ ഡെയിലി പതിവ്. പിന്നെ വരുന്നത് എൻ്റെ ഗ്രൂമിങ് ടൈം, അപ്ലൈയിങ് ഓയിൽ ഓൺ മൈ ഹെയർ. ഇത്രയും മുടി നീളമുള്ളതും ഒരുപാട് മുടി പൊഴിഞ്ഞു പോയിട്ടുണ്ട്, എന്നാലും അത് മാക്സിമം കെയർ ചെയ്യാൻ നോക്കും. സോ hair care is one of my daily routine. എനിവേസ് എൻ്റെ ജീവിതത്തിൽ ഒരു ഹോൾ ഡേ ഇറ്റ്സ് ലൈക്ക് സോർട്ട് ഓഫ് ടൈഡ് അപ്പ്. കാരണം ഞാനൊരു ഔട്ട്സൈഡ് വേറൊരു ഹെൽപ്പറിനെ തൽക്കാലത്തേക്ക് ഞാൻ വയ്ക്കാറില്ല. സോ ഇഫ് ഐ വോണ്ട് ടു ഗ്രൂം മൈ പെറ്റ്സ് ആൻഡ് ഇഫ് ഐ വോണ്ട് ടു go outside for groceries or let's say എൻ്റെ ഷോപ്പിംഗ് ആയാലും ശരി, ബിൽസ് പേ ചെയ്യാനോ ഓർ ക്ലീനിങ്, കുക്കിംഗ്, എല്ലാ കാര്യവും ഞാൻ തന്നെയാണ് നോക്കുന്നത്. ചെറിയൊരു ഉദാഹരണം പറയാം. ഈ ഇടയ്ക്ക് എനിക്ക് സ്പൈനൽ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ ഐ ഗെസ് എവറി സിംഗിൾ ഡേ ഐ യൂസ്ഡ് ടു ഗോ ഫോർ ഫിസിയോതെറാപ്പി
പിന്നെ അതുമാത്രമല്ല ഹോസ്പിറ്റൽ വിസിറ്റ്സും കൂടി ഉണ്ടായിരുന്നു. അതിനൊക്കെ ഞാൻ തന്നെയായിരുന്നു എല്ലായിടത്തും പോകുന്നത്. ഇഫ് ഐ എം സിക്ക് ആൻഡ് ഇഫ് ഐ എം നോട്ട് വെൽ, വയ്യാത്ത സമയത്തൊന്നും അക്കംപ്റ്റായി ചെയ്യാൻ ആരുമില്ലായിരുന്നു. ഓക്കെ, ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാറില്ല. സോ യെസ്, അപ്പം ഐ ഫീൽ വി വിൽ ബി റിയലി കെയർഫുൾ വെൻ യു ആർ ലിവിങ് അലോൺ, ആൻഡ് വിൽ ബി എക്സ്ട്രാ ഡിസിപ്ലിൻഡ് ഓൾസോ. Better be extra disciplined. That's what my motto or my goal is all about when you're living alone as a single lady. അങ്ങനെ ഓൾമോസ്റ്റ് എൻ്റെ ഡേ റുട്ടീൻ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ടിൽ നൗ ആൻഡ് ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്, ആൻഡ് ഐ ഹോപ്പ് യു ഹാവ് എ വണ്ടർഫുൾ day or evening ahead.